ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സഭാവർഷത്തിലെ അവസാന കാലത്താണ് നമ്മളിപ്പോഴുള്ളത്. സഭാവർഷം എന്ന് പറഞ്ഞാൽ സഭയുടെ പരിശുദ്ധ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഒരു വർഷമായിട്ട് നമ്മൾ വേർതിരിക്കുന്നുണ്ട്. അതിൽ 7 കാലങ്ങളാണുള്ളത്. അതിലെ 7ാമത്തേതും അവസാനത്തേതുമായ ഈ വർഷത്തിലെ കാലമാണ് ഇപ്പോഴുള്ളത്. സ്ലീബാ പെരുന്നാൾ സെപ്റ്റംബർ 14 മുതൽ കൂദോശീത്തോ പെരുന്നാൾ വരെയുള്ള സമയത്തെ, കാലത്തെ, ആഴ്ചകളെയാണ് നമ്മൾ അവസാന കാലം, സ്ലീബാ കാലം എന്ന് വിളിച്ച് ആരാധനയിലും പ്രാർത്ഥനയിലും സമർപ്പിക്കുന്നത്. ഈ 7ാമത്തെ കാലത്തിൽ, സ്ലീബാ കാലത്തിൽ, നമ്മൾ കേൾക്കുന്നതും ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. യുഗാന്ത്യ ചിന്തകൾ. അത് നമ്മുടെ കർത്താവായ യേശുമശിഹ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും ഉപദേശങ്ങളിലുമൊക്കെ യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വേദഭാഗങ്ങളാണ് കഴിഞ്ഞ സ്ലീബാ പെരുന്നാളിനും സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 1ാമത്തെ ഞായറാഴ്ചയും ഇന്ന് രാവിലെയും നമ്മൾ വായിച്ചു കേട്ടത്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ക്രൈസ്തവ വേദശാസ്ത്രത്തിൽ യുഗാന്ത്യ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠന മേഖല തന്നെയുണ്ട്. എസ്കറ്റോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയും. അതൊരു പ്രത്യേക ശാസ്ത്ര ശാഖയാണ്, പഠന മേഖലയാണ് യുഗാന്ത്യ ശാസ്ത്രം. ഈ യുഗം അവസാനിച്ച് അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകത്ത് മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അതൊരു ശാസ്ത്ര പഠനമാണ്. ചരിത്രത്തെ വൃത്തമായി കാണുന്ന മതങ്ങളുണ്ട്. ഹിന്ദുമതം അവർ പറയുന്നത് ഈ യുഗം അവസാനിച്ച് അടുത്ത വേറൊരു യുഗം ഉണ്ടാകുന്നു, ആ യുഗം അവസാനിച്ച് വേറൊരു യുഗം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ജന്മത്ത് ഞാൻ മനുഷ്യനാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാൻ മൃഗമായിരിക്കും, അതിൻ്റെ അടുത്ത ജന്മത്തിൽ മറ്റൊരു സൃഷ്ടിയായിരിക്കും, മനുഷ്യനാകും, മൃഗമാകാം. അത് ചരിത്രത്തെ വൃത്തമായി കാണുന്ന മതങ്ങൾ പഠിപ്പിക്കുന്നതാണത്. എന്നാൽ ചരിത്രത്തെ നേർരേഖയായി പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. നമ്മുടെ മതം, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. ഈ മതങ്ങൾ പഠിപ്പിക്കുന്നത്, വിശ്വസിക്കുന്നത് ഈ യുഗം, ഈ കാലം അവസാനിക്കും, പിന്നെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നീടൊരു കാലമില്ല. നിത്യമായ ജീവിതാനുഭവത്തിലേക്ക് കയറുന്ന മറ്റൊരു കാലമേ ഉള്ളൂ. അപ്പൊ ഈ യുഗം അവസാനിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന കാലത്തെക്കുറിച്ചാണ് ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്, നമ്മുടെ മതവും പഠിപ്പിക്കുന്നത്. ഈ യുഗം അവസാനിച്ച് നിത്യതയുടെ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ, അനുഭവങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനമാണ് യുഗാന്ത്യ ശാസ്ത്രം അല്ലെങ്കിൽ എസ്കറ്റോളജി എന്ന് പറയുന്നത്. നമ്മൾ തിയോളജി എന്നും സൈക്കോളജി എന്നും സോഷ്യോളജി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വിപുലമായ ഒരു ശാസ്ത്രശാഖയാണ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. 4 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ യുഗാന്ത്യ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് സഭയുടെ അടിസ്ഥാന വിശ്വാസവും തത്വസംഹിതയുമാണ്. യേശു ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ 2ാമത് വരും.
യേശുക്രിസ്തുവിന് സ്വർഗാരോഹണ സമയത്ത് പറഞ്ഞത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ, പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും അതുകൊണ്ട്, ക്രിസ്തു രണ്ടാമത് വരും, രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ വരവ്. അതാണ് ഈ യുഗത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന മനോഹരമായ ഒരു അനുഭവം. രണ്ടാമത്തേത് പൊതുവായ പുനരുദ്ധാനമാണ്, റിസറക്ഷനാണ്, ജനറൽ ഓർ കോമൺ റിസറക്ഷൻ. അതും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലും പുതിയ നിയമഗ്രന്ഥങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആശയമാണ്. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മരിച്ചവരെല്ലാം പുനരുദ്ധാനം ചെയ്യും, ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടാകും. ഇത് ക്രിസ്തു വിശ്വാസത്തിലെ വലിയ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. അതാണ് രണ്ടാമത്തെ അനുഭവം, പൊതുവായ പുനരുദ്ധാനം. മൂന്നാമത്തേത് ന്യായവിധിയാണ്, ജഡ്ജ്മെന്റ്. അതും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലും പുതിയ നിയമഗ്രന്ഥങ്ങളിൽ നിറഞ്ഞും നിൽക്കുന്ന ആശയമാണ്. ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ യുഗം അവസാനിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ന്യായവിധി ഉണ്ടാകും. അതാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 31 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ മഹിമയോടെ തേജസ്സോടെ രണ്ടാമത് വരുന്നതിനെക്കുറിച്ചും അവിടെ ന്യായവിധി നടത്തുന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജഡ്ജ്മെന്റ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുസൃതമായിട്ടാണ് ആ ന്യായവിധി ഉണ്ടാകുന്നത്. അതുണ്ടാകും, തീർച്ചയാണ്. അത് സഭയുടെ വലിയ വിശ്വാസവും പ്രതീക്ഷയുമാണ്. നാലാമത്തേത് ഒരു ചിന്ത കൂടി കൊണ്ട്, പുതിയ സൃഷ്ടിയായി മാറുന്നു, ഒരു ന്യൂ ക്രിയേഷൻ ഉണ്ടാകുന്നു. ഈ യുഗത്തിൻ്റെ അവസാനം നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയൊരു സൃഷ്ടി ഉണ്ടാകുന്നു. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന സ്റ്റാൻസായിൽ ചൊല്ലുന്നത്. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നുവെന്നും പുതിയ ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വേണ്ടിയും ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. പുതിയ സൃഷ്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. വിശ്വാസമാണ്, പുതിയ ജീവന് വേണ്ടിയാണ്, പുതിയ സൃഷ്ടി ആകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ആവർത്തിച്ച് ചൊല്ലുന്നത്. ഈ 4 സംഭവങ്ങൾ, അനുഭവങ്ങൾ ഈ യുഗം അവസാനിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കും. 1, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. 2, മരിച്ചവരെല്ലാം ഉയർക്കപ്പെടുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. 3, ഈ ലോകത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു അതനുസൃതമായ ഒരു ന്യായവിധി ഉണ്ടാകും. 4, പുതിയ ജീവന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥ ഉണ്ടാകും. ഈ യുഗാന്ത്യശാസ്ത്രം പഠിപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇന്നത്തെ വേദഭാഗം അത് തന്നെയാണ് നമ്മൾ കേട്ടത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ നാളും നാഴികയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ആർക്കും അറിയില്ല. പുത്രനും അറിയാൻ വയ്യ, മാലാഖമാർക്കും അറിയാൻ വയ്യ, പിതാവിന് മാത്രമേ അറിയൂ. എന്താ ഈ യുഗാന്ത്യം, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ആർക്കാണ് അറിയാവുന്നത്? ഒരു മനുഷ്യനും, സ്വർഗത്തിലെ ദൂതന്മാർക്കും പുത്രനായ യേശു മശിഹായ്ക്ക് പോലും അറിയത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഇടയിൽ ചിലരുണ്ടല്ലോ, കർത്താവ് ഇപ്പോൾ വരും, കർത്താവ് രണ്ടാമത് വരും, ഇത്രാം വർഷം, ഇത്രാം മാസം, ഇത്രാം തീയതി, ഇത്ര മണിക്ക് രണ്ടാമത് വരും എന്ന് പ്രവചിച്ചുകൊണ്ട് പല ഇൻവേട്ടക്കോമായിൽ കോപ്രായങ്ങളും കാണിക്കുന്ന നമ്മുടെ ഇടയിൽ പലരും ഉണ്ടല്ലോ. 2000 ആണ്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, 2012 എന്തോ സംഭവിക്കാൻ പോകുന്നു, 2025 എന്തോ സംഭവിക്കാൻ പോകുന്നു, കർത്താവ് രണ്ടാമത് വരുന്നു പ്രവചിക്കുകയാണ്. അത് കേട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുക. മലയുടെ മുകളിൽ കയറിയിരിക്കുന്നു, പള്ളിയുടെ മുകളിൽ കയറിയിരിക്കുന്നു, മരുഭൂമിയിൽ പോയിരിക്കുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഞങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പ്രവചിക്കാൻ പറ്റാത്ത, അറിവില്ലാത്ത, മുൻകൂട്ടി പറയാൻ അനുവദിക്കാത്ത, സാധിക്കാത്ത ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, യുഗാന്ത്യം. അത് പിതാവാം ദൈവത്തിന് മാത്രമേ അറിയൂ, മനുഷ്യർക്ക് പറയാൻ അനുവാദമില്ല.
ദൈവത്തിന്റെ ദൂതന്മാർക്ക് പറയാൻ അനുവാദമില്ല, അറിയത്തില്ല. എന്തിനു പറയുന്നു? തൃത്വത്തിൽ രണ്ടാമനായ പുത്രനായ മസിഹ പോലും അറിയുന്നില്ല എന്ന് പുത്രനായ യേശു മസിഹ തന്നെ വെളിപ്പെടുത്തിയ വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അവസാനം, രണ്ടാമത്തെ ക്രിസ്തുവിന്റെ വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നും ചേർത്ത് പറയുകയാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ആ നാളും നാഴികയെ സംബന്ധിച്ച് ആർക്കും അറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്ന് ജാഗരൂകരായി പ്രാർത്ഥനയോടെ ഇരിക്കുവീൻ. നമ്മൾ ഉണർന്നാണോ ഇരിക്കുന്നത്? പ്രാർത്ഥനയോടെയാണോ കഴിയുന്നത്? നമ്മളെല്ലാം സുരക്ഷിതരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? തെറ്റാണ്. എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഞാൻ സുരക്ഷിതനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? മടയത്തരമാണ്. എനിക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യവുമുണ്ട്, ഞാൻ സുരക്ഷിതനാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? തെറ്റാണ്. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, എൻ്റെ മക്കളൊക്കെ ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സേഫാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? തെറ്റാണ്, മണ്ടത്തരമാണ്. യേശു ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവ് ഏത് സമയത്ത് സംഭവിക്കാം. ഉണർന്നിരിക്കാൻ, പള്ളിയിൽ പോകാൻ, പ്രാർത്ഥിക്കാൻ, വീട്ടിൽ പ്രാർത്ഥിക്കാൻ, നോമ്പ് നോക്കാൻ, ഉപവസിക്കാൻ സമയം കിട്ടുമ്പോഴെല്ലാം അത് ചെയ്തിരിക്കണം. അതാണ് ഇന്നത്തെ സന്ദേശം. എപ്പോഴൊക്കെ ആരോഗ്യവും സമയവും സമ്പത്തും സൗന്ദര്യവുമുള്ള കാലത്ത് പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, നോമ്പ് നോക്കാൻ, കണ്ണുനീരോടെ നിലവിളിക്കാൻ സമയവും അവസരവും കിട്ടുന്നുവോ ആ സമയം തക്കത്തിൽ വിനിയോഗിച്ചോണം. അല്ലാതെ ഞാൻ സേഫാണ്, കാശുണ്ടെന്ന് വിചാരിച്ച് പള്ളി പോകാതിരിക്കരുത്, നോമ്പ് നോക്കാതിരിക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഉണർവോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈ യുഗാന്ത്യ ചിന്തകളോട് ചേർത്ത് നമ്മുടെ കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.